അഴകിനൊരാമുഖമായ ഭാവം. എന്റെ സൺസ്ക്രീനിങ് തന്നെ. ഇയാൾ ഇതൊന്നും ഇട്ടാ വെളുക്കാൻ പോകുന്നില്ല. പിന്നെ ഇയാളൊരു സൺസ്ക്രീൻ, പിന്നെ ഇയാളെ സൺസ്ക്രീൻ എനിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഇപ്പൊ ഇറങ്ങിയ സാധനങ്ങളാ. അതൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാര്യം. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിന്റെ പിറകെ എന്തുമാത്രം പെണ്ണുങ്ങളാണെന്ന് അറിയാം. അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? നിനക്ക് വേണ്ടി. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാണല്ലേ ഇതിന്റെ ചുറ്റിന് ഇങ്ങനെ നടക്കുക. സൗരയൂഥമൊക്കെ ഇല്ലേ, അത് കണക്ക്. മിഥുൻ ഭൂമിയാണെങ്കിൽ ഇപ്പുറത്ത് ചന്ദ്രനെ പോലെ ഒരു പെണ്ണ്, പിന്നെ ഇപ്പുറത്ത് വ്യാഴത്തെ പോലെ. അങ്ങനെ നടന്ന് ഞാനാ ഇപ്പം വെറും ഒരു സൂര്യനെ പോലെ ഇങ്ങനെ ചൂടും കൊടുത്ത് ഇങ്ങനെ നിക്കുക. കുളിക്കത്തില്ല, ജപിക്കത്തില്ല, തന്റെ പുറകെ ആരാടാ വരുന്നത്? ഡീ എന്നോട് കളിക്കാൻ നിക്കല്ലേ. നീ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. ഓ പിന്നെ എന്ത് പിന്നെ? ഇന്ന് രാവിലെ ഇവിടെ എന്തുകൊണ്ട് കഴിക്കാൻ? ദോശ. ദോശ? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് പഴങ്കഞ്ഞി വേണമെന്ന്? നിനക്ക് പഴങ്കഞ്ഞിയെ പറ്റി അറിയാൻ മതി. പഴങ്കഞ്ഞിയുടെ മഹാത്മ്യം അറിയാൻ മതി. മഹാത്മ്യം അറിയാൻ മതി. ഈ പാവപ്പെട്ട എത്രയോ പേർ പഴങ്കഞ്ഞി ഇല്ലാതെ ഒരു ദിവസം മരിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അതിൽ ഒരാളാവേണ്ട ആളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ അല്ല. കാരണം എനിക്ക് എന്നും പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അത് എനിക്ക് കിട്ടുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു വിഷമം. എടി, തലേന്നത്തെ ചോറ് അതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ആ തലേന്നത്തെ മീൻകറി അതും എടുത്തിട്ട് അയ്യോ മുളവില്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് അന്വേഷിച്ച് മുളവ് കണ്ടെത്തി ആ മുളക് കൊണ്ടൊന്ന് അതിയിട്ടിട്ട് കുറച്ച് ഇങ്ങനെ കലക്കി ഞെവിടി ഒരു തൈരോട് ഒഴിച്ച് അപ്പൊ അമ്മ പറയും, അയ്യോ മോനെ കിഴങ്ങ് തരാൻ പറഞ്ഞു. അപ്പൊ അമ്മ കൊണ്ടിരുന്ന ആ പകുതി കിഴങ്ങൂടെ വാരി അതിനകത്ത് ഇട്ടിട്ട് ഒരു കലക്കൊലിക്ക് ഇങ്ങോട്ട് കുടിച്ചാണ്ടല്ലോ പൊന്നു മോളെ. സ്വർഗം എന്ന് പറഞ്ഞ സ്വർഗം ഉണ്ടല്ലോ, അത് കാണും. ആ ഐറ്റത്തെയാണ് നീ പുച്ഛിച്ചത്. അമേരിക്കയിലൊക്കെ ഡോക്ടർമാര് കണ്ടുപിടിച്ചേക്കുന്ന എന്തോ ദിവ്യ ഔഷധമാണ് ഈ പഴങ്കഞ്ഞിന്ന. പഠിക്കണം, വായിക്കണം, കുറെ ബുക്കുകളൊക്കെ വായിക്കണം, ന്യൂസൊക്കെ ഒന്നും കേൾക്കണം. കാര്യങ്ങളുണ്ട് കുറച്ച്.